So you want to know how to outwork everyone. You have to be willing to outwork everybody in the world. മറ്റുള്ളവരെ ഔട്ട്വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പമാണ്. നിങ്ങൾക്ക് എന്ത് വില കൊടുത്തും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടി വരും. The person who grinds the hardest always gets it. Hard work beats talent every time. ഫോക്കസ് എന്നുള്ളത് ഒരുതരം മോഡേൺ ഡേ സൂപ്പർ പവർ ആണ്. കാരണം ഓരോരുത്തരും ഡിസ്ട്രാക്റ്റഡ് ആണ്. You have to want it. You have to want to be better. മിക്ക പേർക്കും 5 മിനിറ്റിലധികം നേരം ഫോക്കസോടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അവർ അവരുടെ ഒരിക്കലും തീരാത്ത സ്ക്രോളിങ്ങിലേക്ക് തിരിച്ചു പോകും. It's not difficult. There's just no competition. But നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ you can literally മറ്റുള്ളവരെ ഔട്ട്വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ലാതായി തീരും. It's so easy to be successful nowadays. Because most people are weak. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള 99% ആൾക്കാരെയും ഔട്ട്വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കും. A little grinding never hurt nobody. So do yourself a favor. Put this video full screen to avoid distractions and give me your full attention. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. Stop being soft. Let's embrace it. If you go through that fire, you're gonna come out real cold. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇമ്പോസിബിൾ ആയി തോന്നിയിരുന്നു. ഒരു കാര്യം തുടങ്ങാൻ എനിക്ക് തീരെ മടിയായിരുന്നു. എന്നാൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മൂലം ഇവയെല്ലാം എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചു. അവ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഓരോ സമയവും ഞാൻ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാൻ ഒരു റെസിസ്റ്റന്റ് ഫീൽ ചെയ്യും. അതുമൂലം എനിക്ക് ആ ടാസ്ക് തുടങ്ങാൻ പോലും സാധിക്കില്ല. എന്നാൽ എങ്ങനെയെങ്കിലും കുത്തിയിരുന്ന് വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് ആ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ അറ്റൻഷനിനെ ഞാൻ ചെയ്യുന്ന വർക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പകരം എൻ്റെ ബ്രെയിനിന് വേറെ വല്ലതും ചെയ്താൽ മതിയായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ നിർത്താതെ സ്ക്രോൾ ചെയ്യാൻ പോകും. ആൻഡ് ദിസ് അൾട്ടിമേറ്റ്ലി ലെറ്റ് മീ ഫീൽ ബാഡ് അബൌട്ട് മൈസെൽഫ്. കാരണം ഡേ ആഫ്റ്റർ ഡേ ഞാൻ എൻ്റെ ടാസ്കുകളെ പിന്നീട് ചെയ്യാം എന്നിങ്ങനെയുള്ള എക്സ്ക്യൂസസ് പറഞ്ഞ് മാറ്റിവെക്കും. But that was until I found a resolution. നിങ്ങൾ റിയലൈസ് ചെയ്യാത്തത് നിങ്ങൾ ആ ലേസി സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ആ കാര്യം നിങ്ങൾ ഡിസിപ്ലിനോടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ കാര്യം വീണ്ടും ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പിന്നോട്ട് നോക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. എന്നാൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡൂയിങ് ദ ഹാർഡ് വർക്ക് എസ്പെഷ്യലി വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പുള്ളവനാണ് ഞാനെന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്ത് കാണിക്കണം. പ്രശസ്തനായ ഓൺട്രപ്രനർ അലക്സ് ഹമോസി പറയുന്നുണ്ട്, You start to build an undeniable stack of proof that you are who you say you are. Meaning that if you say you are going to do the work at 6 and you do it at 6, you are proving to yourself that you are that person. And by consistently doing this, you form immense confidence. It allows you to no longer doubt yourself because you now have the confidence that you are who you say you are. അതായത് നിങ്ങൾ ഒരു കാര്യം 6 മണിക്ക് മുൻപായി ചെയ്യും എന്ന് തീരുമാനിച്ചു, എന്നിട്ട് നിങ്ങൾ 6 മണിക്ക് മുൻപായി ചെയ്തു തീർത്തു. Then you are proving to yourself that you are that person. എന്ത് തരണം ചെയ്തും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ ഡിഫറെൻ്റ് ആണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. പിന്നീട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിൽ you will feel immense confidence in yourself. ഒരു ദിവസം ചെയ്തത് കൊണ്ട് ഒരു കാര്യവുമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരം ഇത് തുടരണം. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള സെൽഫ് ഡൗട്ടുകളെല്ലാം മാഞ്ഞു പോകും. നിങ്ങൾ സമയത്തിന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരാളാണെന്ന് സ്വയം പറഞ്ഞാൽ ആൻഡ് യു കൺസിസ്റ്റൻ്റ്ലി ഡു ദ വർക്ക്, വെൽ ദെൻ ദാറ്റ് മീൻസ് യു ആർ റൈറ്റ്. You are a person who gets work done. നിങ്ങൾക്ക് വേറെ ഒന്നും മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. പ്രൊക്രാസ്റ്റിനേഷൻ എല്ലാം നിർത്തി വർക്ക് ചെയ്ത് തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച കാരണം I learned
ഹൗ ടു ബി ബോർഡ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. ട്രൂലി ആസ്ക് യുവർ സെൽഫ്, അവസാനമായി എന്നാണ് നിങ്ങൾ മൊബൈലൊന്നുമില്ലാതെ ഒറ്റയ്ക്കിരുന്നിട്ടുള്ളത്? നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും പ്ലാനുകളെ കുറിച്ചും ചിന്തിച്ചിട്ടുള്ളത്? നമ്മൾക്ക് ബോറടിക്കുക എന്ന സംഭവം ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ റെയറാണ്. നമ്മുടെ ഫോണുകളെല്ലാം ബോറടിക്കുക എന്ന കാര്യത്തെ എലിമിനേറ്റ് ചെയ്തു കളഞ്ഞു. ഹൗ കുഡ് ഐ എവർ ബി ബോർഡ് when I have the options to scroll a never ending feed of dopamine? നമ്മളെ ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലെയും ഗാർബേജ് ആയിട്ടുള്ള കണ്ടന്റുകളെ നിരന്തരം കൺസ്യൂം ചെയ്യിപ്പിച്ച് നമ്മുടെ പൊട്ടൻഷ്യലിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ബോറടിക്കാതെ ഇരിക്കാൻ വേണ്ടി കോൺസ്റ്റന്റ്ലി റിയാലിറ്റിയെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടേയിരിക്കും. അതുമൂലം ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് നഷ്ടമാകും. ആസ് എ റിസൾട്ട് നിങ്ങൾ സ്വയം മറന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മറന്നു പോകും. മോസ്റ്റ് പീപ്പിൾ കാൻ ഗോ ടു ദ ബാത്റൂം വിതൗട്ട് ബ്രിങ്ങിങ് ദെയർ ഫോൺ. അത്രത്തോളം അഡിക്റ്റഡ് ആണ് നാം. ആൻഡ് ട്രസ്റ്റ് മീ, ഐ ആം നോട്ട് പെർഫെക്റ്റ്. ഞാൻ പറയുന്നത് ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല. ഞാൻ ഈ കാര്യം കുറേ അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻ നമ്മളെ കംഫേർട്ടിന് പിന്നാലെ ചേസ് ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ നാം വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ഡിസ്കംഫേർട്ട് എന്താണെന്ന് അനുഭവിച്ചറിയണം. നാം ജീവിതത്തിൽ നേടിയ എല്ലാ വിജയങ്ങളും ഡിസ്കംഫേർട്ട് അനുഭവിച്ചുള്ള ഡിസിപ്ലിനിലൂടെ നേടിയെടുത്തതാണ്. നമ്മുടെ സമൂഹം നമ്മെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് കംഫേർട്ടിന് പിന്നാലെ ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ മെന്റൽ വയറിങ്ങുമായി ആക്ച്വലി അലൈൻ ചെയ്യുന്ന കാര്യങ്ങളായ ലൈക്ക് ചാലഞ്ച്, സെൽഫ് എഡ്യൂക്കേഷൻ, ഗ്രോത്ത് ഇവയൊന്നിനും തീരെ വിലയില്ല. 99% ആളുകൾക്കും ബോറടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുമൂലം അവർ ചെയ്യുന്ന വർക്കിൽ തീരെ ഫോക്കസ് ഉണ്ടായിരിക്കില്ല. അവർ വർക്ക് ചെയ്യും, എന്നാൽ അത് വെറും ഷാലോ വർക്ക് ആയിരിക്കും. 8 മണിക്കൂർ നേരം ഇരുന്ന് വെറുതെ ഷാലോ വർക്ക് ചെയ്യുന്നതിനേക്കാൾ പവറുണ്ട് 1 മണിക്കൂർ നേരെ ഇരുന്ന് ഫോക്കസോടെ ഡീപ്പ് വർക്ക് ചെയ്യുന്നതിന്. They get little done in a lots of time. Meanwhile, ബോറടി നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ ചെറിയ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ബോറടിച്ച് നിൽക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങളുടെ ടാസ്കുകളെല്ലാം ഈസി ആയിരിക്കും. ഇത് നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷനെ ഇല്ലായ്മ ചെയ്യും. കാരണം നിങ്ങൾ മുൻപത്തെ പോലെ ഓവർ സ്റ്റിമുലേറ്റഡ് അല്ല. There is no longer any friction preventing you from starting into a task. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ കൺസ്യൂം ചെയ്യിപ്പിക്കുന്ന ചീപ്പ് ഡോപ്പമിനെ എലിമിനേറ്റ് ചെയ്ത് റിയൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡോപ്പമൈനിനെ ഫീഡ് ചെയ്യുക. ലൈക്ക് റീഡിങ് ഇൻസ്റ്റെഡ് ഓഫ് സ്ക്രോളിങ്. സൗണ്ട്സ് ടെറിബിൾ അറ്റ് ഫസ്റ്റ്, റൈറ്റ്? പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ചീപ്പ് ഡോപ്പമൈൻ കൺസ്യൂം ചെയ്യുന്നതിലൂടെ എത്രത്തോളം ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്തിരുന്നോ അതേ അളവിൽ റിയൽ ഡോപ്പമൈൻ കൺസ്യൂം ചെയ്യുന്നതിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും, allowing you to become a productivity beast. If you want to outwork everyone, ഡീപ്പായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. അതിന് നിങ്ങൾക്ക് അൺഡിസ്ട്രാക്റ്റഡ് ഫോക്കസ് ഉണ്ടായിരിക്കണം. ഇത്രയധികം ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ട ലോകത്ത് അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കയ്യിലൊരു സൂപ്പർ പവർ ഉള്ളത് പോലെയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം അഥവാ 99% ഭാഗമാകണോ അല്ലെങ്കിൽ 1% ഭാഗമാകണോ. ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇതിൻ്റെ എല്ലാം തുടക്കം ഞാൻ എല്ലാ ദിവസവും ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം വർക്ക് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്തതോടെ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു സ്പെസിഫിക് ടൈം ആകുമ്പോൾ സിഗ്നൽ അയക്കും, യു ഹാവ് ടു വർക്ക്. ഇത് നിങ്ങളിൽ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഹാബിറ്റായി മാറ്റും. ഇങ്ങനെ ഒരു ഡീപ്പ് വർക്ക് ബ്ലോക്ക് സെറ്റ് ചെയ്തതോടെ എൻ്റെ പ്രൊഡക്ടിവിറ്റി 2 മടങ്ങ് വർദ്ധിച്ചു. മുൻപ് 4 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്ത ഒരു കാര്യം ഇന്നെനിക്ക് 2 മണിക്കൂറിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. കാരണം ഇതുപോലെയുള്ള ഡീപ്പ് വർക്ക് സെഷൻസ് നമുക്ക് ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസിനെ നശിപ്പിച്ച് കളയും. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഓരോ സമയവും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻസ് കാരണം എത്ര തവണ നിങ്ങൾ മൊബൈൽ ഫോൺസിനെ കയ്യിലെടുക്കും. ചില സമയങ്ങളിൽ വർക്കിനിടെ നിങ്ങൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്നായിരിക്കും 1 മണിക്കൂർ കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ ഞെട്ടി അറിയുക. വർക്കിനിടെ ഒരു ഫോൺ കോൾ വന്ന് 1 മിനിറ്റോ 2 മിനിറ്റോ നീണ്ടു പോയാൽ പോലും പിന്നെ നിങ്ങൾക്ക് 20 മിനിറ്റോളം എടുക്കും ആ ഒരു ഫോക്കസിനെ, ആ ഒരു ഫ്ലോയെ റീഗെയിൻ ചെയ്തെടുക്കാൻ. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു എഫക്റ്റീവ് പ്രൊഡക്ടിവിറ്റി ഹാക്ക് നിങ്ങൾക്ക് പലരും കേട്ട് കാണും. നിങ്ങളുടെ ഫോണിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കി വെക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട്
ഡീപ്പായിട്ടുള്ള വർക്കിലേക്ക് ഞാൻ കടക്കും. പക്ഷേ അതിനു മുൻപായി ഞാൻ 90 മിനിറ്റ്സ് ടൈമർ വെക്കും. എന്നിട്ട് ആ സമയം കഴിയുന്നത് വരെ ഞാൻ എൻ്റെ വർക്കിൽ തന്നെ ഫോക്കസ് ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം പ്രശസ്തനായ ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ ആൻഡ്രൂ ഹ്യൂവർമാൻ അൾട്രേഡിയൻ ഋതത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Our brain focuses in 90-minute ultradian cycles. This means that every 90 minutes our brains shift from periods of being very highly alert to less alert and back over. So 90 minutes is about what the brain can handle for a high degree of focus. അതായത് നിങ്ങളുടെ തലച്ചോറിന് ഇൻറ്റൻസ് ആയിട്ടുള്ള ഫോക്കസോടെ ഇരിക്കാനുള്ള മാക്സിമം സമയം 90 മിനിറ്റ്സ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നാം ആവർത്തിച്ച് ചെയ്യുമ്പോൾ the more you do this, the more addicting entering the state of deep focus becomes. പക്ഷേ ഇത് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാരണം കുത്തിയിരുന്ന ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. ഫുൾ ഫോക്കസോടെ കുത്തിയിരുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യുവർ തിങ്കിങ് ബിക്കംസ് ക്ലിയർ. കാരണം നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ മുഴുകിപ്പോകും. സമയം പോയത് നിങ്ങൾക്കറിയില്ല. ആ ഒരു സമയം നിങ്ങളുടെ പ്രോഗ്രസ്സിലൂടെ കിട്ടുന്ന ആ ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ടു ഗെയിൻ ദ എബിലിറ്റി ടു ഔട്ട് വർക്ക് എവ്രി വൺ, നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കാലഘട്ടത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഉള്ളവർ വളരെ കുറവാണ്. എല്ലാവരും ടാസ്കുകൾക്കിടയിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണ്. കാരണം എല്ലാവരുടെയും ഫോക്കസ് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ബിഫോർ യു സ്റ്റാർട്ട് ഇൻ ടു യുവർ ടാസ്ക്, എന്തൊക്കെയാണ് അക്കോംപ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. ഞാൻ ബെഡ് ടൈമിന് മുൻപായി ഗൂഗിൾ കലണ്ടർ ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വരും ദിവസം ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലിയർ വിഷൻ എന്നിലുണ്ടാക്കും. ഇത് എനിക്ക് ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയും. എന്നാൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആ ചീപ്പ് പ്ലഷറിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം സക്സസിനോട് ആർത്തി ഉണ്ടെന്നനുസരിച്ചിരിക്കും. ഹൗ ബാഡ് യു റിയലി വാണ്ട് ഇറ്റ്. ആ ആർത്തി ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞത് വെറുതെയാണ്. ഇഫ് യു ഡോണ്ട് സാക്രിഫൈസ് ഫോർ വാട്ട് യു വാണ്ട് ബിക്കംസ് ദി സാക്രിഫൈസ്. എൻ്റെ മടി മൂലം എൻ്റെ ലക്ഷ്യങ്ങൾ സാക്രിഫൈസായി മാറും എന്ന ചിന്ത നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തും. എന്നാൽ നാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കി ഫോക്കസോടെ നാം മുന്നോട്ട് കുതിച്ചാൽ wouldn't it seem it is impossible for us to not succeed? At last, if you want to level up in life, consider subscribing the channel. കാരണം ഇതുപോലെയുള്ള ഒത്തിരി കണ്ടന്റുകൾ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. Until next time.